പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകൾ, ചെയ്തു തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ, തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഒരു വഴി നടന്നു തീർക്കുമ്പോൾ തന്നെയാണ് അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ കർത്താവ് അതിൽ നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. നിൻ്റെ ദുർച്ചെലവിനെയും പണനഷ്ടത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ. നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃഥാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃഥാ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകളുടെ ലക്ഷ്യങ്ങൾ, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ, അതിനുവേണ്ടി വരുന്ന ഓരോ വ്യക്തമായ വ്യക്തികളിൽ മാത്രം സംസാരിക്കാനും നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പരിശുദ്ധ ദേവമാതാവിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. നിൻ്റെ സംസാരത്തെ ഏൽപ്പിക്കുന്നു. നിൻ്റെ സഹവർത്തത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവവേദന നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാഷനെക്കുറിച്ച് ആഴമായി ബോധ്യപ്പെട്ടിട്ട് ഇതൊക്കെ ഒരു ഏണി പോലെയാണ്. ഏണിയുടെ ഓരോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഏണിയുടെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക. ഏണിക്ക് പല സ്റ്റെപ്പുകളില്ലേ. പക്ഷേ ഏണി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്ന് കയറുക. പക്ഷേ പരിശുദ്ധാത്മാവിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നെങ്കിൽ ലിഫ്റ്റ് പോലെയാണത്.
നമുക്ക് മുമ്പോട്ട് പോകണം. മറ്റേ നമ്മളിങ്ങനെ മസിലായിട്ട് ഓരോ എടുത്ത് വെക്കണ്ടേ. എല്ലാത്തരം മെൻ്റൽ പ്രെയർ, വോക്കൽ പ്രെയർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും അതിൽ ഏണികേറ്റം പോലെയാണ്. നമ്മൾക്ക് ഒരു ടയർസം തരുന്ന സാധനം ഏണികേറ്റം പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേർക്കും കുറച്ച് ചെയ്യുമ്പോൾ മഴ ചെല്ലുമ്പോൾ. പക്ഷേ ലിഫ്റ്റാണെങ്കിൽ വേർക്കത്തില്ല, നേരെ പോകും. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അമ്മയുടെ മാധ്യസ്ഥം കൂടി ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. അത് ലിഫ്റ്റ് പോലെയാണ് സംഭവം. നമുക്ക് ടൈം കൺസ്യൂമർ അല്ല. പക്ഷെ നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ, യോഗ കാണിച്ചാലും വേറെ എന്ത് അഭ്യാസം, പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പ്രയറിൽ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കുറേ വായിക്കുകയും പ്രാർത്ഥിക്കുകയും. കാര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണല്ലോ പ്രാർത്ഥനയുടെ എല്ലാം കിട്ടണം. നമുക്ക് സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ, അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഇല്ലാതെ നമുക്ക് ഒരു പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, പ്രാർത്ഥന ഇപ്പം നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ, ഇപ്പം നമ്മളുടെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ. അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വൃത്തിയും വിനയമായിട്ട് മറുപടി പറയാൻ തയ്യാറായിരിക്കണം. എന്താണ് മറുപടി? എന്താ? വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് കാറ്റഗോറിക്കൽ ആൻസർ പറയാൻ തയ്യാറായിരിക്കണം. തെറ്റാത്ത എന്താണ്? വൈ ദൈവം ചോദിക്കണേ എന്താണ്? വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? അതിന് മര്യാദക്കൊരു ഉത്തരം പറഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും. എന്താണ്? നീ പ്രാർത്ഥിക്കുന്നു, നിന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിന്റെ വിസ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിസ പുതുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ ഇങ്ങനെ ഓരോ കാര്യം, നിന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയ്യോ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം ഒരു ഒറ്റ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. എന്താണ്? വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? ഞാൻ എന്തുകൊണ്ട് നിന്റെ പ്രാർത്ഥന കേൾക്കണം? എന്തുകൊണ്ട് കേൾക്കണം? അപ്പം നമ്മൾ നൈയാമികമായിട്ട് പറയും, കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവം എൻ്റെ ഫാദറാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമെന്ന് പറയും. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാവുന്ന ന്യായമായ ഉത്തരവാണ്. പക്ഷേ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവ പൈതൽ എന്ന രീതിയിൽ നമ്മൾ എന്നും കൊന്നും അപ്പന്മാരെ ആശ്രയിച്ചാണോ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ അപ്പൻ്റെ കയ്യെ പിടിച്ചാണോ നടക്കണത്? 2 വയസ്സ് അപ്പൻ്റെ കയ്യെ പിടിച്ച് നടന്നു, നമുക്ക് 20 വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ കയ്യെ പിടിച്ച് നടക്കുമോ? എവിടെയോ ഒരു ആധ്യാത്മിക സ്വയം പര്യാപ്തത വേണ്ടി വരും. ഈ ആധ്യാത്മിക സ്വയം പര്യാപ്തത നേടിയെടുക്കണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആസ്തിഭദ്രത ഉണ്ടാകും. അതുകൊണ്ടാണ് ഈശോ പറയണത്, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ. ലൂക്കാ 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പൊ ഈശോ ഒരു പുതിയ സാധ്യത ഓപ്പൺ ചെയ്യാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത, ഒരു ചാലഞ്ച്. ഇപ്പം സാലറി ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു ഗ്രേസ് ചാലഞ്ച് വെക്കുക. ഗ്രേസ് ചാലഞ്ച് എന്താ? ഗ്രേസ് ചാലഞ്ച് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാവുക. ഗ്രേസ് ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുക, നമ്മുടെ മൂല്യവർദ്ധന ഉണ്ടാക്കുക. എന്താണ്? വൈ ഷുഡ് ഐ ഹിയർ യു? അത് എല്ലാ കാലത്തും അതിന് മാന്യമായ ഉത്തരം പറയാൻ പറ്റിയ നമ്മൾ എഫിഷ്യൻറ്റ്, എക്വിപ്ഡ് എല്ലാം. നമ്മൾ ഈ എബ്രായർ 4:6 വായിച്ചില്ലേ, അവിടെ ഒരിക്കൽ പ്രകാശം ലഭിച്ചതിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നൽകുന്ന പല കാര്യങ്ങൾ, അതെല്ലാം ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. read it again. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും. അതാണ് സംഭവം. അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുന്നു എന്നുള്ള ഒരു പ്രോസസ്സ്.
ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവഗണിച്ചു പോണ സംഭവം പരിശുദ്ധാത്മാവിനാണ്. നിങ്ങൾ പറഞ്ഞ ജോലി കിട്ടിയെന്നാണ് നിങ്ങൾ പറയണത് കല്യാണം നടന്ന് വസ്തു വിറ്റു എന്നാണ് പറയണത്. പക്ഷേ വചനം അങ്ങനെയല്ല പറയണത്. വചനം നിങ്ങളെ കല്ലറയും തുറന്ന്, കടത്തിൻ്റെ കല്ലറയിൽ നിന്ന്, രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന്, കല്യാണം വെക്കാത്ത കല്ലറയിൽ നിന്ന്, പരീക്ഷ പരാജയത്തിൻ്റെ കല്ലറയിൽ നിന്ന് എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ തുറന്നപ്പോഴേ എന്താ സംഭവിച്ചത്? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായെന്നാണ് പറയണത് വചനം. മനസ്സിലായില്ലേ? ഈ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന, ഇപ്പോൾ തന്നെ ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആരാണ് അവരുടെ പേരെന്നാ, അതായത് ആ പാമ്പ് കടിയാരി ചേച്ചിയില്ലേ, അതായത് ആൻസി സണ്ണിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആൻസി സണ്ണിക്ക് അവരെ എല്ലാവരും പേടിക്കുമ്പോഴും അവർക്ക് അവരുടെ ഹൃദയത്തിന് ദൈവം പേടി കൊടുത്തില്ല, പൊതിഞ്ഞു കളഞ്ഞു അല്ലേ? പേടിക്കേണ്ട ആളത് അവരാണ്, കണ്ടു നിന്നവരാണ്. കേട്ടവരും പേടിക്കുമ്പോഴും അത് കൊണ്ടവർ പേടിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാവാണ് ഇവർക്ക് അഭിഷേകം കൊടുത്തിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസെക്കിയേലിൻ്റെ 36:26 വായിച്ചാൽ മതി. എസെക്കിയേൽ 36:26 ശ്രുതികട ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതാ സംഭവം. എസെക്കിയേൽ 36:26 ആൻസി സണ്ണിയുടെ മരണത്തോട് മല്ലടിക്കുന്ന പേടിപ്പിക്കുന്ന ഹൃദയത്തിന് പകരം അവർക്ക് എന്താണ്? ഭയമില്ലാത്തൊരു ഹൃദയം കൊടുത്തിരിക്കുകയാണ്. എന്താ സംഭവം? ഒരു പുതിയ ഹൃദയം പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതാണ്, അതായത് പുതിയ ഹൃദയം കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണത്? പുതിയ ചൈതന്യമാണ്, ആത്മാവിലാണ് കൊടുക്കുന്നത്. ആത്മാവിൽ പങ്കുകാരാകുകയാണ്. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഭവം ഫിസിക്കൽ ഓർ സ്പിരിച്വൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം ഉണ്ടായെന്ന്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. അതായത് ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ ചൈതന്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് എന്താണ്? ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. എസെക്കിയേൽ 36:26 ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം നൽകും. ഐ വിൽ പുട്ട് എ ന്യൂ സ്പിരിറ്റ് വിത്തിൻ യു, ഞാൻ നിനക്ക് ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായാലും അത് ദൈവം ഒരു ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് ആ സംഭവം. അതായത് അത് ഏത് സമയത്ത് വേണമെങ്കിൽ നൽകാം, ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ 92:18 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92:10 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അതായത് പുതിയ ചൈതന്യം, പുതിയ ആത്മാവ്, പുതിയ തൈലം എല്ലാം ഒരു മെറ്റഫോറിക്കലായിട്ട് ഒരു പ്രതീകങ്ങളാണ്. അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ഉത്തരവാദിത്വത്തിന് പറ്റുന്ന നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയണില്ലേ? വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങൾ എടുത്ത് ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപം 3:23 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിലാപങ്ങൾ 3:23 ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് യു ആർ കൺഫ്രണ്ടിങ് എ ന്യൂ അസൈൻമെൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയൊരു അസൈൻമെൻറ്റാണിത്. ഇപ്പം നിങ്ങൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പറയും ഒരു വേദന തീരുന്ന മുമ്പ് വേറെ ഒരു വേദന വന്നു കഴിഞ്ഞു ഇല്ലേ? ഞാൻ സാഹിത്യമല്ല പറയണത്, ഞാൻ ഒരു പുതിയ ഇഷ്യൂ വന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ഇഷ്യൂ വന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ സ്നേഹം വരാൻ പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ, ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസാദം വരാൻ പോകുന്നു. കാര്യം ഈ പ്രശ്നത്തിൽ നിന്നാണ് ദൈവം പ്രസാദം വരാൻ ഡെവലപ്പ് ചെയ്യണത്. ഒരു പുതിയ പ്രശ്നം വന്നാൽ ദൈവത്തിനെ നീ വിശ്വസിക്കണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താലാണ് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. അവിടുന്ന് പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം. അതായത് ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസരിപ്പും പുതിയ പ്രഭാതവും പുതിയ അതുപോലെ തന്നെ പുതിയ അഭിഷേകവും കിട്ടാൻ വേണ്ടി ദൈവത്തിന്, അതായത് ആ വിഷയത്തിന് പറ്റിയ പരിശുദ്ധാത്മാവ് ഓരോ വിഷയങ്ങൾക്കും ഓരോ തരം ആത്മാവാണ്. ഇപ്പം പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് എന്താ വേണ്ടത്? അവർക്കെന്താ വേണ്ടത്? അവർ സൗഖ്യപ്പെടുന്നവരെ ഭയപ്പെടരുത് അല്ലേ? അതിനുവേണ്ടി അവർ നിർഭയത്വത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവാണ് കൊടുത്തിരിക്കുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവ്. പക്ഷെ നാളെ നിനക്ക് ജപ്തിയാണെന്ന് വിചാരിച്ചോ,
അപ്പോഴും ജപ്തി വരുമ്പോൾ നിനക്കുണ്ടാകുന്ന എന്താണ്? ധൈര്യമല്ല വേണ്ടത്, ആക്ഷേപമാണ് ആൾക്കാരുടെ നടയിൽ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് മുദ്ര വെക്കണമെങ്കിൽ നമുക്ക് പേടിയല്ലല്ലോ ഉള്ളത്, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുമെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതിൻ്റെ വികാരം വേറെയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റിന് വ്യത്യസ്തമായ ആത്മാഭിഷേകമാണ്. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. ആ സങ്കീർത്തനം 92:10. അതായത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഓരോ പുതിയ അഭിഷേകം നമുക്ക് നൽകണത്. അപ്പോൾ ഇതിന് അനന്തമായ സാധ്യതകളാണ്. അതായത് നമ്മളെ ദൈവം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ നിറക്കുന്നതിന് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് അനുഭവങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഈ അനുഭവങ്ങളും ആത്മാഭിഷേകവും തമ്മിലാണ് കണക്റ്റഡ് ആകുന്നത്. ഒരു പുതിയ അനുഭവം ഉണ്ടായാൽ, അത് നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നതാണ്. പുതിയ അനുഭവം, നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായി, നമുക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ട് നമുക്ക് വേറൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ. മനസ്സിലായില്ലേ? അതാണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ വേണ്ടിയാണ്. അല്ല, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് നടപടി പുസ്തകത്തിൻ്റെ ഈ 17:30 27 വായന. ശ്രുതികട ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17, 26, 27 തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങൾ കണ്ടില്ലേ? ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നമുക്ക് തരാൻ അഭിഷേകത്തിന് പുതിയ അഭിഷേകം. ഇപ്പൊ 92:10 നിനക്ക് ഞാൻ ഒരു പുതിയ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും, പുതിയ അഭിഷേകം, അല്ലേ? അതുപോലെ തന്നെ അതുപോലെ തന്നെ വിലാപ പുസ്തകം 3:23 ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹം നൽകുമെന്ന് പറയും. അപ്പോഴത് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നത് പുതിയ കാലാവസ്ഥയിലൂടെ വരുമ്പോൾ പുതിയ അനുഭവവും പുതിയ അഭിഷേകവുമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അമ്മയെപ്പോലെ ആയിരിക്കണം നമ്മൾ, ഞാനും നിങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് എന്താണ്, അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് കൊണ്ടിരുന്നില്ല, ഓരോ വിഷയങ്ങൾക്കും ഹൃദയത്തെ സംഗ്രഹിച്ച് കൊണ്ടിരുന്നത്. നമ്മളെ മരിയൻ സ്പിരിച്വാലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി പവേഡ് ബൈ കവനൻ പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കാര്യം വെച്ചാൽ ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. കാലങ്ങൾ ഇങ്ങനെ മാറി വന്നാലും ഇതുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ ചങ്ങാത്തം. ഇതിനെക്കുറിച്ച് പുലബന്ധമില്ലാത്ത ആൾക്കാർ ചുമ്മാ നിസ്സാര കാര്യം വരുമ്പോൾ വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി കണ്ട അല്ലെങ്കിൽ വേറെ സിനിമ കണ്ടോ അല്ലെങ്കിൽ വേറെ സെക്സ് കണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണത് ചുമ്മാ ഒരു പട്ടിഷോയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ വിഷയം. ഇങ്ങനെ ഈ ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ലല്ലോ, ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബി ബോൾഡ് ഇനഫ്, നിങ്ങളതിനെ ഫേസ് ചെയ്യണം. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. എന്നെയും നിങ്ങളെ പുതിയ അഭിഷേകം തരാൻ ഉദ്ദേശിക്കുന്നു. എന്നെ നിങ്ങളെ പുതിയ സ്നേഹത്താൽ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് പുതിയ കാലാവസ്ഥ തരുന്നു. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ പട്ടിഷക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദക്ക് ദൈവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ ഈ ദൈവവും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അതിൻ്റെ കാവൽക്കാരിയാണ് പരിശുദ്ധ അമ്മ, അതിൻ്റെ മാധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഉടമ്പടി കാലാവസ്ഥകളെ വിവേചിച്ച് മനസ്സിലാക്കാനും ലോകത്തിന്റെ ഭാര്യയെപ്പോലെ പഴയ പാപങ്ങളിലേക്ക് തിരികെ പോകാൻ അഭിവാഞ്ച കാണിക്കാതെ അബ്രാഹത്തെ പോലെ തിരികെ പോകാൻ അവസരമുണ്ടായിട്ടും അവസരങ്ങളോട് എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിലെ പൂർണ്ണമായി വിശ്വസിച്ചും പ്രത്യാശിച്ചും ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സുവിശേഷ കൃപയിലെ എന്നെ ആമഗ്നമാക്കണമേ, അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം രാധമ്മ എന്ന് പറയുന്ന ഒരു മാള് ഹരിപ്പാട് ഉള്ളവരാണ്. ഹരിപ്പാട് ഈ രാധമ്മ ഒറ്റ ശ്വാസത്തിൽ ഉടമ്പടിയുടെ 15 അനുഭവങ്ങളെ പങ്കിട്ട് 15 അനുഭവങ്ങൾ ഉടമ്പടിയുടെ
അപ്പോൾ എനിക്ക് ഇടക്കാലം കൊണ്ടൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ ഉടമ്പടിയിൽ ഇന്നലെ ഒരു മജിസ്ട്രേറ്റ് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ IAS വിദ്യാർത്ഥികൾ അവർ പാസ്സായതിനു ശേഷം വന്ന് സാക്ഷ്യം പറയും. IIM സാക്ഷ്യം പറയും, IIT സാക്ഷ്യം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ എഡ്യൂക്കേഷൻ അക്കാഡമിഷ്യൻസൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് കാലക്രമത്തിൽ ഇത് വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രാർത്ഥനയായിട്ട് പദ്ധതിയായിട്ട് ഇത് മാറുമോ? കാര്യം അതൊരു ക്രിമിലേറെ വരത്തുള്ളൂ. ഒരു സമൂഹത്തിൽ 5% അക്കാഡമിഷ്യൻസ് വരത്തുള്ളൂ. ബാക്കി ഒരു 70% പ്രാദേശിക ജീവിതക്കാരും, ഇപ്പം ജീവിതം തന്നെ മറിയല്ലേ, വിദേശ ജീവിതക്കാരും പ്രാദേശിക ജീവിതക്കാരും അതിപ്രാദേശിക ജീവിതക്കാരുണ്ട്, വാർഡ് ജീവിതക്കാർ. പഞ്ചായത്ത് വാർഡിൽ നിന്ന് അവർ പുറത്ത് പോകത്തില്ല. ആ വാർഡിൽ ജനിച്ച് വാർഡിൽ ജീവിച്ച് വാർഡിൽ മരിച്ചു പോകും. അതാണ് നമ്മുടെ സാധാരണ മനുഷ്യർ. ഈ വാർഡിൽ ജനിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഒക്കെ അഡ്രസ്സ് ചെയ്തിരുന്നതെല്ലാം അത്തരം ആൾക്കാരെയായിരുന്നു. കാര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു വേർപ്പിലും വേദനയിലും അവർക്ക് ഒരു ഒരു കൈ പിടിച്ച് കൊടുക്കുക, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോഴെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽസും എഡ്യൂക്കേഷണലിസ്റ്റും അക്കാഡമിഷ്യൻസും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഉടമ്പടി വന്നപ്പോൾ ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രെയർ ആയത് കാരണം വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ചേരുവകൾ ഫോർമുലയൊക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഷോട്ട് ഡൗൺ ആകും അത്. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്. കാര്യം ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്താൽ ഇന്ന ഫലമെന്നുണ്ട്. അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഉടമ്പടി വളരെ തന്ത്രപൂർവ്വം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഇത് പ്രെയർഫുൾ അതായത് പബ്ലിക് പ്രാർത്ഥിക്കുന്ന പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു കൺഫർമേഷൻ, അവരൊരു അംബിഗ്വിറ്റി ഉണ്ട് അവർക്ക്. എന്നുവെച്ചാൽ ഒരു എന്താണ്, ദൈവം കേൾക്കുമായിരിക്കും, കേട്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പില്ല. കാര്യം അവർ ചില സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ, അതൊരു ആധ്യാത്മിക ആശങ്കകളാണ്. ഇപ്പോൾ ഞാൻ ഈ വർഷങ്ങൾ 10-21 ലക്ഷത്തോളം ആൾക്കാർ നേരിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് കേട്ടപ്പോൾ പൊതുജനത്തിൻ്റെ ആധ്യാത്മിക ആശങ്കകളെക്കുറിച്ച് എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ബേസിക് ആശങ്ക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ. അപ്പോൾ ഞാൻ പഠിക്കേണ്ട കാലത്ത് ഒരു കുഞ്ഞമ്മ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവർക്ക് 4 മക്കളുണ്ട്. അവരിങ്ങനെ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് തലയിൽ കൂടി ഒരു വളയം പോലെ ഇട്ടിട്ട് ഈ നൂറിങ്ങനെ നൂറ്റ് വലയ്ക്ക് കെട്ടാൻ കൊടുത്ത് ജീവിക്കുന്ന സാധാരണ ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മച്ചിയുടെ വിഷയങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ കയറി പിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് പറയും. ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കും, നാട്ടുകാർ അയൽവാസികളെ. അപ്പോൾ അവർ പറയണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുഞ്ഞുമ്മ ചേച്ചി പ്രാവശ്യം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒന്നും ഉത്തരം കിട്ടത്തില്ല. കുഞ്ഞുമ്മ ചേച്ചി പറയുവേ, ലോകത്ത് മുഴുവനും മനുഷ്യരല്ലേ, ഇതെല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമോ? അതാണ് പ്രശ്നം. ഇപ്പോൾ മനുഷ്യന്മാരിങ്ങനെ മനുഷ്യന്മാർ കേൾക്കുന്ന പോലെ ലോകം മുഴുവൻ മനുഷ്യരല്ലേ, അവിടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമോ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രാദേശിക ജ്ഞാനമാണത്. അത് പക്ഷേ അങ്ങനെയുള്ള ജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ വിഷയം മാത്രമല്ല ദൈവത്തിന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ അവരുടെ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പ്രെയർ ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അത്രയും തന്നെ ആ പ്രെയറിന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ ഗുണമുള്ളത് കാരണം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമൺ പീപ്പിൾ ആയാലും ശരി, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പീപ്പിൾ ആയാലും ശരി, ഉടമ്പടിയുടെ ക്ലാസ്സുകൾ കേട്ട് ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന സത്യമുണ്ട്. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ പ്രെയറാണ്. ഒരു ആധ്യാത്മിക ശാസ്ത്രം, ബൈബിൾ ശാസ്ത്രം ഉണ്ടല്ല, ബൈബിൾ ശാസ്ത്രം അനുസരിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. ഈ കവനൻ്റെ കൂടെ വന്നിരിക്കുന്ന കവനൻ്റ് ഇപ്പോഴുള്ളതല്ല, പണ്ടിനാലെ ദൈവം
അതാത് കാര്യങ്ങളിൽ അപ്ഡേഷൻസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കവനൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് കവനൻ്റ് അല്ലെങ്കിൽ ഇവോൾവിങ് ഒരു പരിണാമം, കവനൻ്റ് ഉടമ്പടി ദൈവശാസ്ത്രത്തിൻ്റെ പരിണാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിന് ഘട്ടം ഘട്ടമായി കാലത്തിനൊപ്പം അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഈ കാലത്ത് വന്നപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ദൈവത്തിൻ്റെ ഒരു വിഷയമായി മാറി. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ വിഷയമല്ലായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മായ ദൈവത്തിൻ്റെയും ത്രീ ഏക ദൈവത്തിൻ്റെ പൊതുവിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിഷനല്ല. ഇത് മിഷൻ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിഷയമാകുമ്പോൾ അതിൻ്റെ മുതൽ മുടക്കെല്ലാം ദൈവമാണ്. മുതൽ മുടക്കാൻ വേണ്ടി ദൈവം അറ്റം വരെ തയ്യാറാണ്. അതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ. ആ മുതലിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടി അവസാനത്തെ എക്സ്പെൻഡിച്ചർ തൻ്റെ ഏകജാതിനെ 3:16 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വ ആരാധന. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനെ മുഴുവനായിട്ട് വരെ നൽകാൻ അതിൻ്റെ ക്യാപിറ്റൽ അതാണ്. രക്ഷാകര പദ്ധതിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകജാതനെ മുഴുവനും കൂടി നൽകിയ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നപ്പോൾ അതിന് പോലും ദൈവം ചെലവഴിച്ചതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ചെലവഴിക്കൽ നിന്നാണ് ക്രിസ്തുശാസ്ത്രം രൂപപ്പെട്ട് വരുന്നത്, പ്രായോഗിക ജീവിതബന്ധിയായ ക്രിസ്തുശാസ്ത്രം. ഇപ്പോൾ ഒരു അക്കാഡമിക് ക്രിസ്തുശാസ്ത്രമുണ്ട്, പക്ഷേ ഒരു ജീവിതബന്ധി കാലബന്ധിയായ ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ 3:16 ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നീട് പൗലോസ് പറയും നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അവിടെ അതിന്റെ ഒത്തിരി വാക്കുകൾ ദൈവത്തിന്റെ തനത് മൈൻഡ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ റോമ 8:32 യോഹന്നാൻ 3:16 തമ്മിൽ ലിങ്ക് ആയിരിക്കണം. എന്താണ് 3:16 എന്താ പറയണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തെ ഈ എന്തുകൊണ്ടാണ് ദാനമായിരിക്കണം മനസ്സിലാക്കണം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, പിന്നെന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ അല്ലേ, നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്. പക്ഷേ നമ്മുടെ കഴിവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെടത്തില്ല. എന്താ കാര്യം? നമ്മളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ കഴിവിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും. അതെപ്പോഴും അങ്ങനെയുണ്ട്. ലൈഫ് സെറ്റിൽ ചെയ്തിരിക്കുന്നതും ലൈഫ് ഇവോൾവ് ചെയ്തിരിക്കുന്നതും ജീവിതം ആയിത്തീർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും ഉപരിയായിരിക്കും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം. കഴിഞ്ഞ ദിവസത്തിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ? മജിസ്ട്രേറ്റ് വക്കീലാണ്, അവർ പ്രാക്ടീസിങ് വക്കീലാണ്. ഈ ബാരിസ്റ്ററെ ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് എക്സാം വന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ എക്സാം ശരിക്കും വളരെ പാടുള്ളതാണ്. അവർ പറഞ്ഞ സങ്കീർണമാണ്, പല സെക്ഷൻസ് ഉണ്ട്. ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ടാണ് പിന്നീട് അവർ മജിസ്ട്രേറ്റായിട്ട് അവർ ജയിച്ചാൽ മാത്രമേ മജിസ്ട്രേറ്റിലേക്ക് പിന്നെ അവർക്ക് പരിശീലനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം? ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്ത് വരുമ്പോൾ ആദ്യത്തെ ബോംബിങ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ് പൊസിഷൻ. ഇപ്പോൾ മിലിറ്ററി പൊസിഷൻ എന്ന് പറയത്തില്ലേ, ബോംബ് ചെയ്യുന്ന വിമാനങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകും.
ഇപ്പം നമ്മൾ ദൈവദർശനം വരുമ്പോൾ ഈ പൊസിഷൻ ടാർഗറ്റഡായിട്ട് വരുന്നത് എപ്പോഴും കോൺഫിഡൻസാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ. പക്ഷേ ആ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അതിജീവനത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് പൊളിച്ച് പണിയേണ്ടി വരും. ഇപ്പോൾ തന്നെ ഈ റോഡ് ചെയ്യണവർ, ഇപ്പം നല്ല റോഡിൽ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ റോഡ് അവർ പൊളിക്കുകയാണ്. മൊത്തം പൊളിച്ചിട്ട് അതെല്ലാം വീണ്ടും അതെല്ലാം പൊടിച്ച് റീകോൺക്രീറ്റ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്, അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് തലമുറകളെ കോടിക്കണക്കിന് വാഹനം ഓടേണ്ടതാണ്. അതനുസരിച്ച് ഈ റോഡ് അതിന് പറ്റത്തില്ല, അതുകൊണ്ട് അവർ പൊളിക്കുകയാണ്. ദൈവം ചെയ്യേണ്ടത് ഏതാണ്ട് ഇതേ പരിപാടിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം പൊളിക്കും. കോൺഫിഡൻസിൻ്റെ ഓരോ ഏജൻറ്റ് നോക്കിയാൽ മതി. പണി വരാൻ പോണത് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും. പരമാവധി പണി ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് ബോഡിയിലാണ്. ബോഡി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപരമാക്കുകയാണ്. പിന്നെ കിട്ടാൻ പോകുന്നത്, പിന്നെ ബോംബ് വീഴാൻ സാധ്യതയുള്ളത് കോമ്പറ്റീഷനിലാണ് വരണത്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ റാങ്കാകാം. സ്കൂളിൽ റാങ്ക് ആയി കഴിയുമ്പോൾ ടീച്ചർമാർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ അഭിമാനമാണോ ആന കൂന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാലയൊക്കെ ചെയ്തിട്ട് ബൊക്കൊക്കെ തന്നു വിടും. കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിലും പൊട്ടിപ്പോകും. എന്താ കാര്യം? സ്കൂളിൽ നിങ്ങൾ കിങ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ. ഈ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് കോളേജിൽ നിങ്ങൾ പഠിക്കാതിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചില്ലേലും ജയിക്കും, പഠിക്കുന്ന പിള്ളേർക്ക് വീട്ടിൽ ഇരുന്നാലും മതി, കോളേജിൽ പോകേണ്ട കാര്യമില്ല, ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കോൺഫിഡൻസാണ് ആധ്യാത്മികമായ ഉഴപ്പുണ്ടാക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിന്ന് ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്. കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം, ചിലർക്ക് തറവാടിത്തമാണ്. അതായത് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ജോലി വന്നിട്ടുണ്ട്, അത് ഇതിലാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറാകാനുള്ള ജോലിയാണ്. അപ്പോൾ ഇവരെ പെറ്റ് വീണ കാര്യത്തിൽ തന്നെ IAS എടുപ്പിച്ചിട്ട് മാതാപിതാക്കന്മാർ വളർത്തുന്നത്. എൻ്റെ മകൾ വളർന്ന് കളക്ടറാകുമെന്നും പറഞ്ഞല്ലേ, പേരിടുമ്പോൾ തന്നെ അവൾ കളക്ടറാകും. ഈ കുഞ്ഞ് ഞാൻ കളക്ടറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന അവസാനം ഒരു വണ്ടിക്കും കയറി പോകത്തില്ല. വന്നെ വണ്ടി പോകും, ഞാൻ കളക്ടറിൻ്റെ വണ്ടി വരായിരിക്കും. അവസാനം തെണ്ടിപ്പെറുക്കി പട്ടിണിയായി നാറി കഴിയുമ്പോഴാണ് വല്ല വണ്ടിയും കയറി പോയാൽ മതി, അപ്പോൾ കാലം കഴിഞ്ഞു പോകും. ഇങ്ങനെ എന്തോ അടിച്ചേപ്പിച്ച ആത്മവിശ്വാസങ്ങളുണ്ട് ആൾക്കാർക്ക്. ആരും അടിച്ചേപ്പിച്ച വിശ്വാസം. നീ കളക്ടർ വരെ കുന്തമില്ല, നിൻ്റെ കഴിവനുസരിച്ച് നീ അധ്വാനിക്കുക, ബാക്കി ദൈവം ക്രമീകരിക്കും. മനസ്സിലായ? എനിക്ക് ആഗ്രഹത്തിൻ്റെ അടിമയാകരുത്, ആഗ്രഹത്തിൻ്റെ യജമാനനാകണം. മനസ്സിലായില്ലേ? ആഗ്രഹത്തിൻ്റെ അടിമയായിട്ട് നീ ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ചില ഈ 12 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോൾ പറഞ്ഞു, എൻ്റെ മകളെ 12 പ്രാവശ്യമായി, ആരോ പറഞ്ഞ് നിൻ്റെ തലയെ കയറ്റിയതാണ്, നീയും കെട്ടിയവരും കൂടി കാനഡയിൽ താമസിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ സ്വപ്നം കൊണ്ട് നടക്കുകയാണ്. ശരിക്കും ഞാനിതൊന്നും എതിർക്കണില്ല, പക്ഷേ യാഥാർത്ഥ്യ ബോധം എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് കോമൺ. അതൊരു കോമൺ സെൻസാണ് വേണ്ടത്. കോമൺ സെൻസ് എന്ന് കോമൺ അല്ലെന്നല്ലേ പറയണത്. യാഥാർത്ഥ്യബോധം, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യബോധം കുറവുള്ളത് പെൺപിള്ളേർക്കാണ്. ഞാൻ ഇത്രയും നാൾ വന്നിട്ടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലാക്കി ഏറ്റവും കുറവ് യാഥാർത്ഥ്യബോധമുള്ളത് പെൺപിള്ളേർക്കാണ്. അവർ ഒന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അവർക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രഡേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങളെ ഒരു സാമാന്യ ബുദ്ധി ഈ വിഷയത്തിൽ കാണിക്കണം. കലിബർ കടന്നു വന്നിട്ടുള്ള മാർഗങ്ങൾ, അല്ലാതെ ഓരോരുത്തരും പോയി അവരെപ്പോലെ ആകാൻ വേണ്ടി തവള ആനയെപ്പോലെ വീർപ്പിക്കാൻ നിൽക്കരുത്. കാര്യം തവള വീർത്താലും ആന വീർത്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചത്തി പിരിഞ്ഞ് മണ്ണോടായി തീരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം. നിന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നീ ഉറപ്പ് വരുത്തേണ്ടത്. ഇപ്പം നീ എന്താ ചെയ്യണമെന്നറിയാമോ? നീ ആദ്യം ഉറപ്പ് വരുത്തണത് നിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ദൈവത്തെ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്തിനാണ്? നീ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് നിൻ്റെ ലക്ഷ്യങ്ങളല്ല. ആർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിൻ്റെ അടിമയായിട്ട് ജീവിച്ച വല്ല കാര്യമുണ്ടോ? അതിൻ്റെ യജമാനനായിരിക്കണം. ആ യജമാനനാകുമ്പോൾ എങ്ങനെയാകണത്? ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് ഞാൻ പോകും. കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. കർത്താവേ, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം, നീ എനിക്ക് തന്നൊരു മാന്യതയിൽ ഇവിടെ ജീവിക്കണം. മാന്യമായ ജീവിതം, അത് നമുക്ക് ദൈവത്തോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. എന്താണ് മാന്യമായ ജീവിതം? മാന്യത എന്ന് പറഞ്ഞ സമയത്ത് ബൈബിൾ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. അവയവങ്ങൾക്ക് പോലും മാന്യത എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, മാന്യമായ ജീവിതം, എനിക്കൊരു മാന്യമായ ജീവിതം തരണം.
അല്ലാതെ നീ എന്ത് ചെയ്യണം, ദൈവത്തിന് ഒരു സംഭവം ഇട്ടിട്ട് വരച്ച് അതിമ ടിക്ക് കർത്താവ്, അതിമ ടിക്ക് കർത്താവ്, അതിമ ടിക്ക് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി നിനക്ക് ന്യായമായി ചോദിക്കാവുന്ന എന്താണ്? മാന്യമായ ജീവിതം. അത് ചോദിക്കാം, അത് കർത്താവ് കിട്ടിയിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അതിന് പ്രൊവിഷനുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവണ്ണം മാന്യതയുള്ളത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മാന്യമായ ജീവിതം നമുക്ക് അവകാശമായിരിക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്.